അപ്പോൾ ഫ്രണ്ട്സ് 2.5 മണിക്കൂറിന് ശേഷം നമ്മുടെ കാത്തിരിപ്പ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നു. നമുക്ക് തുറന്നു നോക്കാം, പൊട്ടിച്ച് നോക്കാം. നമ്മുടെ തുറന്നു നോക്കാം അല്ലേ? ബിസ്മില്ലാ. ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കുഴിമന്തി ഉണ്ടാക്കാൻ പോകണം. കുഴിയില്ലാണ്ട് എന്താ മന്തിയില്ലേ? വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു രീതിയിൽ കുഴി ഒഴിച്ച് ഇതുപോലത്തെ ഒരു ബാരലുണ്ട്, ഒരു അടിപൊളി മന്തി. അപ്പോൾ എളുപ്പത്തിൽ കുഴിമന്തി വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. എടുത്തോ. Let's do it, guys. നമ്മൾ കുഴി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കല്ല് നമ്മൾ ഇറക്കി വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചട്ടി ഈ കല്ലിന് മുകളിലാണ് നമ്മൾ വെക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ബേറിൽ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. സുല പിടിക്കും. പെർഫെക്റ്റ്. ഇതെടുക്കടാ. അപ്പോൾ ഇത് ഒരു ലെവലിലല്ലേ? ലെവലിൽ നിൽക്കാൻ വേണ്ടി ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് മണ്ണിട്ട് സെറ്റാക്കാം. $50 കിലോ 5 പറ. അപ്പോൾ ഓരോ വിറകായിട്ട് നമുക്ക് ഇതിനുള്ളിൽ ഇറക്കി വെക്കാം. ഇറക്കി വെച്ചില്ല. അപ്പം തീ കത്തിക്കാൻ കർപ്പൂര കട്ട. നമ്മളിതിനെ നൈസായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കാൻ പോകും. എന്നിട്ട് ഓരോ വിറക് നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഈ ചിരട്ടയും ചകിരിയൊക്കെ ഇട്ട് നന്നായി നമുക്ക് ഈ തീ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. പിടിച്ചാണ്ട് പിടിച്ചു കിട്ടിയാൽ മതി. അത് കത്തിയാണ് പിടിക്കും. അപ്പോൾ നമ്മുടെ ബാരൽ കുഴിമന്തിക്കായിട്ട് നമ്മൾ സ്കിന്നുള്ള കോഴി എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കത്തി കൊണ്ട് പീസാക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് അടിപൊളി കഴുകിയെടുക്കുക. അപ്പോൾ മന്തി മസാല FRPൻ്റെ സ്പെഷ്യൽ മന്തി മസാല നമുക്ക് തയ്യാറാക്കാം. മുളക് പൊടി, ഉപ്പ്, വെച്ചെടുത്ത കുരുമുളക്, വെളുത്തുള്ളി പൊടിച്ചത്, അല്പം ഫുഡ് കളർ,
ഡ്രൈ മസാല ഇനി നന്നായിട്ടൊന്ന് കുഴയ്ക്കുക, നല്ല മിക്സ് ആകുക. ഇപ്പോൾ ചോയവാന്ന് കണ്ടില്ല, അത് ഫുഡ് കളറിൻ്റെ ഒരു പവറാണ്. നമ്മൾ ഫുഡ് കളർ ചേർത്തത് എന്താ വെച്ചാൽ കോഴിക്ക് നല്ല കളർ കിട്ടില്ല സുഖല്ലേ വീഡിയോയിൽ. അതെ. ചിക്കൻ മന്തിക്കുള്ള ചിക്കൻ വെക്കാൻ വേണ്ടിയുള്ള കമ്പി ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഡബിൾ കമ്പിയൊക്കെ ഇട്ട് കെട്ടിയിരിക്കുകയാണ്. ഇതിൽ നമുക്കിതിൽ കോഴി വെക്കാം. ചിക്കൻ ഒന്ന് കമ്പിയിലേക്ക് വെക്കുക. മസാല കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മന്തിക്കുള്ള ചട്ടി. അപ്പോൾ നമ്മൾ ക്ലാമ്പ് നട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ട് സൈഡ്, ഒന്നിവിടെ ഒന്നിവിടെയും. നമുക്കിനി മന്തിക്കുള്ള ചോറ് റെഡിയാക്കാം. അപ്പം മന്തിക്കുള്ള റൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഓയിൽ, പട്ട, ഏലം, വലിയുള്ളി, നന്നായി അരച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി, വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് വെള്ളത്തിലിടാം. ഉപ്പ് നമുക്ക് ഇതിലിടാം. പച്ചമുളക്, കട്ട് ചെയ്ത ക്യാപ്സിക്കം, ചീകിയെടുത്ത ക്യാരറ്റ്, അരിഞ്ഞെടുത്ത തക്കാളി, ഉണക്ക നാരങ്ങ, കറാമ്പ്, വലിയ ജീരകം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിയിടാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായി ഒന്നും കൂടെ വറ്റി കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് കുഴിയിൽ വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ല മുക്കാലും വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടി എടുത്ത് നമുക്ക് ബാരൽ കുഴിയിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കനലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചട്ടി അങ്ങോട്ട് ഇറക്കി കുഴിമന്തി അങ്ങോട്ട് സെറ്റാക്കാം. കോഴി നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്ക് മൈദ മാവ് കൊണ്ടൊന്ന് ഇതിൽ ആദ്യം സീൽ ചെയ്യാം.
അപ്പോൾ നമുക്കിത് മൂടി വെക്കാം. അമർത്തി മൂടി വെച്ചു. സൈഡ് എന്നിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇനി ഈ തീ കൊണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ദമ്മിടാം. നമ്മൾ കനലൊക്കെ മേലെ ഇറക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പോകട്ടെ. ഇറക്കി സാറേ. ഓക്കെ ഓക്കെ. അപ്പോൾ 2 മണിക്കൂർ ദമ്മിട്ടുണ്ട്. ഇനി നമ്മളത് പൊട്ടിക്കാൻ പോകണം. പൊട്ടിക്കല്ലേ? വേറെ കുഴിമന്തി. അപ്പോൾ ഫ്രണ്ട്സ് 2.5 മണിക്കൂറിന് ശേഷം നമ്മളിതാ നമ്മുടെ കാത്തിരിപ്പ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നു. നമുക്ക് തുറന്നു നോക്കാം, പൊട്ടിച്ച് നോക്കാം. നമ്മുടെ തുറന്നു നോക്കല്ലേ? പൊളി പൊളി. എന്താ മണം അല്ലേ സുലേ? സെറ്റ് സെറ്റ്. നമുക്ക് പൊക്കിയെടുക്കാം. ചൂടൊന്നും ഇല്ല കേട്ടാ. പൊടിച്ചില്ലോ. സംഭവം റെഡി ഉണ്ട് അല്ലേ സുലേ? അതെ. അപ്പോൾ ചൂടൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മന്തി എടുക്കാം. നമ്മുടെ കുഴിമന്തി. റൈസൊക്കെ ഒന്നിങ്ങനെ ഇളക്കി വിടാം. ഓ സെറ്റ് സെറ്റായില്ലേ റൈസ്? അതെ. കോഴിൻ്റെ മസാല ഇതും കൂടി ഇറങ്ങി വന്നപ്പോൾ കളർ മാറിയുണ്ട്. എങ്ങനെയാണ്? ഒരു റെഡൊക്കെ പിടിച്ചില്ലേ? നമ്മുടെ കോഴി നമുക്ക് ഇതിലേക്ക് അടിയൊക്കെ അങ്ങനെ 2 കോഴി ഒക്കെ അല്ലേ? എല്ലാവരും കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ അല്ലേ എടുക്ക്. വെയിറ്റ് കൂടിയത്. അപ്പോൾ നമ്മുടെ ബാരൽ കുഴിമന്തി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണ് അല്ലേ സുലേ? അതെ. അപ്പോൾ എല്ലാവരും വാ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യണത് അല്ലേ? ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യം വേവ് കാണിച്ചു കൊടുക്കും ശരി. ലെഗൊക്കെ ഇങ്ങനെ വലിച്ചോടെ വന്ന് എടുത്തോ. ഞാൻ കൂടെ നല്ല മോനോ രക്ഷയില്ല സൂര്യ. ഒരു മൈനസ് പിടിക്കോ? ഇത് വന്നിട്ട് തക്കാളിൻ്റെ ഒരു ചട്നി. ഇത് പുതിനൻ്റെ. ചോറൊക്കെ കറക്റ്റ് വേവ് കേട്ടോ. സംഭവം നമ്മൾ ഇന്ന് ചെയ്യാന്ന് ഉദ്ദേശിച്ചില്ല, കാരണം 80% മഴയാണെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല സുഖല്ലേ, മഴ പെയ്ത് കുറച്ച് നമ്മളങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നില്ലേ. സംഭവം ഉഷാറായി നമ്മുടെ സാധനം. നമുക്ക് അങ്ങനെ സംഭവം ഉഷാറാക്കിയാൽ മതി. മയണോയ്സും ഈ തക്കാളി ചട്നിയും കൂടി ചേർത്തിട്ട് തൊലി നോക്ക്.
തൊലി എൻ്റെ ഫേവറേറ്റ് ആണ്. തൊലിയിൽ കുറച്ച് ചോറൊക്കെ എടുത്ത് മൈനസ് ഒഴിച്ചിട്ട് ഇടൂ. ചിക്കനൊക്കെ നല്ല അടിപൊളി ജ്യൂസി ആയിട്ട് കണ്ടാ ഒറ്റ നമ്മുടെ ബ്രസ്റ്റ് പീസ് ഇതാ ചിക്കൻ്റെ സ്വർഗം മയോണൈസിൽ ഇട്ടിട്ട് സംഗതി മൊത്തത്തിൽ കളറായി. എടാ എങ്ങനെയുണ്ട് അടിപൊളി പൊളിയല്ലേ? എല്ലാവർക്കും നമ്മുടെ ഈ കുഴിമന്തിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ, നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് ചേരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ കുഴിമന്തി. നമ്മൾ ഇനിയിപ്പോൾ ചിലവായിട്ട് വാങ്ങുമൊന്നും വേണ്ട, വളരെ ചിലവ് ചുരുക്കി വളരെ കുറവാണ് ശരിക്കും ഈ കുഴിമന്തി അല്ലേ, വേറെ കുഴിമന്തി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അടിപൊളി മഴ വരുന്ന മുന്നേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.